അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്, ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവനാവിലാസം മാത്രമാണത്. അല്ല, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അതും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ? അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ചോദ്യമല്ല. കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞെന്താ? മാധ്യമങ്ങൾക്കല്ല, ഞാൻ 2 ചാനലുകളുടെ പേരെടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആദ്യം ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞപ്പോൾ മനോരമയുടെ ആരോ ചോദിച്ച സമയത്ത് ഏഷ്യാനെറ്റിനും മനോരമക്കും മുന്നിൽ അതെനിക്ക് അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? അത് വെളിപ്പെടുത്തില്ല, ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല, അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. നിങ്ങളെന്താ മാധ്യമങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവരാ? നിങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. വ്യക്തിപരമായിട്ടല്ല. നിങ്ങളൊക്കെ ഒരു വ്യത്യസ്ത മാധ്യമ സ്ഥാപനങ്ങളുടെ തൊഴിലാളികളാണ്, അതിലുള്ള പ്രൊഫഷണലുകളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട്. അത് നിങ്ങളിപ്പോ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കുക. ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമായിരിക്കില്ല റിപ്പോർട്ടറിൽ ചോദിക്കുമ്പോൾ ചോദിക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമല്ല. അത് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നത്, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഏത് മാധ്യമ സ്ഥാപനത്തെയാണോ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതിനെ മാത്രമേ നിങ്ങൾ പ്രതിനിധീകരിക്കുന്നുള്ളൂ. അല്ലാതെ ജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്നതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.